ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിലൂടെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം അനുവദിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ഷീല എന്നാണ്. ഞാനിപ്പോൾ കാഞ്ഞിരംകുളം ദേശത്താണ് താമസിക്കുന്നത്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഭയങ്കര ഹിന്ദുക്കളായിരുന്നു. ആ ഹിന്ദുക്കളായിരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ വായിൽ ക്യാൻസറിൻ്റെ രോഗം വന്നു. ആ ക്യാൻസറിൻ്റെ രോഗം അതിരൂക്ഷമായി വ്യാപിച്ചു. അതികഠിനമായി രോഗം അതികഠിനമായി തീരുവാനായിട്ടിടയായി. അതിൽ നിന്നും വിമോചിതനാകുവാൻ കഴിയാതെ വളരെ ഭാരപ്പെടുന്ന സമയത്ത് ഒരു ആൻറ്റി അങ്കിളും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിലൂടെ ആ ക്യാൻസർ രോഗം അമ്മയുടെ നാക്കിൻ്റെ അടിഭാഗത്തൂടെ പുറത്തോട്ട് അത് പൊട്ടി ഒലിക്കുവാനായിട്ടിടയായി. അതോടെ പരിപൂർണമായ വിടുതൽ ദൈവം ദാനം ചെയ്തു. അത് മുഖാന്തരം നമ്മൾ പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം നമ്മെ അധികമായി സ്നേഹിക്കുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ സൺഡേ സ്കൂളിൽ പോവുകയും ദൈവവചനം പഠിക്കുവാനും ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് സൺഡേ സ്കൂൾ കഴിഞ്ഞപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അത് മുഖാന്തരം എന്നെ 14-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനമെടുത്തു. ദൈവകൃപയാൽ ആത്മീയമായി മുന്നേറണം എന്ന ലക്ഷ്യത്തോടെ ആത്മീയത്തിൽ തന്നെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് 21-ാമത്തെ വയസ്സിൽ ഞാൻ കുടുംബജീവിതം ആരംഭിച്ചു. ദൈവം അത്ഭുതകരമായി കുടുംബജീവിതം ഇന്നുവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത് മുഖാന്തരം ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് കാഞ്ഞിരംകുളം ചർച്ചിലാണ്. കാഞ്ഞിരംകുളം AG ചർച്ചിൽ അവിടുത്തെ മെമ്പറാണ് എന്നെ വിവാഹം കഴിച്ചത്. അത് മുഖാന്തരം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദാനമായിട്ട് നൽകി. അത്ഭുതകരമായി ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ടവൻ എൻ്റെ ഹസ്ബൻഡ് 3 പ്രാവശ്യം മരത്തിൽ നിന്ന് ആദ്യം വീഴുവാനായിട്ടിടയായി. മൊത്തം 5 പ്രാവശ്യം വീണു. പക്ഷേ 4 പ്രാവശ്യവും ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തന്നു. ആ വീഴ്ച ഓരോ വീഴ്ചയും ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തരുമായിരുന്നു. ആ വലിയ വീഴ്ചയിൽ നിന്നും വലുതായിട്ട് വരേണ്ട വീഴ്ചകളൊക്കെയും ദൈവം ചെറുതാക്കി അത്ഭുതകരമായി ഓരോ വീഴ്ചയും ദൈവം വിടുവിച്ചു. ഓരോ കാഴ്ച കാണിച്ചു തരുന്തോറും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കരുതേ, നമ്മുടെ കുടുംബത്തിൽ ആർക്കും തന്നെ ഒന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവം ഓരോ വീഴ്ചയിൽ നിന്നും അത്ഭുതകരമായി ദൈവം വിടുവിച്ചു. മരം കയറ്റ തൊഴിലാളിയായിരുന്നു എൻ്റെ ഭർത്താവ്. അങ്ങനെ ഇരിക്കുമ്പോൾ 5-ാമത്തെ വീഴ്ച ഒരു പ്ലാവിൽ നിന്നാണ് വീഴുന്നത്. ആ 5-ാമത്തെ വീഴ്ചയിൽ ആർക്കും തന്നെ കാണിച്ചു തരുവാനായിട്ടിടയായില്ല. ആർക്കും ഒരു ദർശനത്തിൽ കൂടെ വെളിപ്പെടുത്തി തരുവാനായിട്ടിടയായില്ല. അത് ദൈവിക ഹിതപ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ വീഴ്ചയിൽ നട്ടെല്ല് പൊട്ടുകയും അരയ്ക്ക് കീഴെ തളർന്ന് കിടപ്പിലാകുകയും ചെയ്തു. ആ കിടപ്പിലായ സമയത്ത് 2015-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾക്ക് 3 പെൺമക്കളെ ദൈവം ദാനമായി നൽകി. ആ 3 പെൺമക്കളെയും വിദ്യാഭ്യാസം നടത്തുവാനായിട്ട് കഴിയാതെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ വീഴ്ചയോടുള്ള ബന്ധത്തിൽ കിടപ്പിലാകുവാനായിട്ടിടയായത്. അപ്പം നമ്മൾ വളരെ ഭാരപ്പെടുവാനായിട്ടിടയായി. കർത്താവേ, ഞാൻ ഇങ്ങനെ കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തി. ഈ കിടക്കുന്ന സമയത്ത് ഒത്തിരി ദൈവമക്കൾ, ഒത്തിരി ചാരിറ്റികൾ, ഒത്തിരി പാസ്റ്റേഴ്സ് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ഓരോ ദിവസവും ഞങ്ങളുടെ സ്ഥിതിവിധികൾ വിലയിരുത്തി അവർ ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആശുപത്രി ജീവനക്കാർ എല്ലാവരും ഞങ്ങൾക്ക് സഹായികമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 3 പ്രാവശ്യം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട സന്ദർഭങ്ങൾ പ്രിയപ്പെട്ടവൻ കിടപ്പിൽ തന്നെ ഉണ്ടാകുവാനായിട്ടിടയായി. ആദ്യത്തെ സന്ദർഭം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, 3 പെൺമക്കളെ നീ എനിക്ക് ദാനമായി നൽകി. പക്ഷേ ഈ 3 മക്കളുടെയും വിവാഹം കാണുവാനായിട്ട് നീ സഹായിക്കണം. എനിക്ക് ആദ്യത്തെ ഒരു കുഞ്ഞിൻ്റെ വിവാഹമെങ്കിലും കണ്ടിട്ട് നീ ജീവനെ എടുക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുവരെ ജീവനെ എടുക്കല്ലേ കർത്താവേ, എനിക്ക് നീ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ യൂറിൻ പോകാൻ ട്യൂബ് ഇട്ടിരുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ ആവുകയും അതികഠിനമായ രോഗം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടിടയായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന സമയത്ത് അഡ്മിറ്റായതിൻ്റെ അന്ന് തന്നെ
ഹസ്ബൻഡ് കിടത്തിയതിൻ്റെ അടുത്ത് വേറൊരു രോഗി ഉണ്ടായിരുന്നു. അന്ന് ഡിസ്ചാർജായി ഭവനത്തിൽ കൊണ്ടുപോവുകയും അവർ അന്ന് രാത്രിയിൽ തന്നെ വീണ്ടും രോഗം മൂർച്ഛിച്ചതായി വീണ്ടും ആ ഹോസ്പിറ്റലിൽ വരുവാനായിട്ടിടയായി. ആ സമയമൊക്കെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗം വളരെ മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ ആ സമയത്ത് അന്ന് രാത്രിയിൽ തന്നെ ആ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയ പിതാവ് രാത്രിയിൽ മരണപ്പെടുവാനായിട്ടിടയായി. ആ പിതാവ് മരണപ്പെട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുവാനായിട്ടിടയായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്നു. അത് ആദ്യത്തെ അനുഭവമായിരുന്നു. രണ്ടാമത്തെ അനുഭവം കുറച്ച് ദിവസം കഴിഞ്ഞതിന്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചേട്ടന് രോഗം മൂർച്ഛിക്കുവാനായിട്ടിടയായി. ആ രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട സമയത്ത് ഞാൻ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞ് തലേ ദിവസം ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിങ്ങനെ ദർശനം കാണുകയാണ്. പ്രിയപ്പെട്ടവനെ പിടിച്ചിരുത്തിയിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ജീവൻ പോയി ചരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് എന്നെ കാണിക്കുവാനായിട്ടിടയായി. ഞാൻ എപ്പോൾ ആ ദർശനം കണ്ടോ, ആ ദർശനം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു അങ്കിള് ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടു. അതേപോലെ മൂന്നാമത്തെ അവസ്ഥയും ഇങ്ങനെ കടന്നു വന്നു. മൂന്നാമത്തെ അവസ്ഥയാണെങ്കിൽ ഞാൻ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് മൂന്നാമത്തെ ദിവസം പ്രിയപ്പെട്ടൻ്റെ തൊട്ട് എതിർവശത്ത് ഒരു മാതാവ് കിടപ്പുണ്ടായിരുന്നു. അന്ന് ആ മാതാവിന് ഡിസ്ചാർജായ ദിവസമായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് വളരെ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നു. മരണത്തോട് മല്ലടിക്കുന്ന സമയങ്ങളായിരുന്നു. പക്ഷേ ആ മാതാവ് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുവാനായിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകുവാനായിട്ട് റെഡിയായി നിൽക്കുമ്പോൾ ആ മാതാവ് ഇങ്ങനെ പറഞ്ഞു, മക്കളെ ഞാൻ വരുന്നു, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഈ മാതാവ് ബാത്റൂമിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ അവിടെ ചുരുണ്ട് വീഴുന്നു ഈ ലോകത്ത് നിന്നും മാറ്റപ്പെടുവാനായിട്ടിടയായി. അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിന് പരിപൂർണമായ വിടുതൽ ലഭിക്കുവാനായിട്ടിടയായി. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ ഒന്നും മനസ്സിലായില്ല. ഇന്ന് വരെയും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഈ മൂന്ന് പ്രാവശ്യവും ദൈവം മരണത്തിൻ്റെ ഘട്ടത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് എനിക്ക് ജീവനോടെ തരുവാനായിട്ടിടയായി. അത് കഴിഞ്ഞ് മൂത്ത മകളുടെ വിവാഹം നടന്നു. അവളുടെ ഒരു ദൈവദാസനാണ് വിവാഹം കഴിച്ച് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് ആരോ എൻ്റെ ഉള്ളിൽ നിന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, നീ ഒറ്റയ്ക്കാകുമെന്ന്. പക്ഷെ ഞാനത് കാര്യമാക്കാതെ കൊണ്ട് നടന്നു. കാരണം ആരോ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്, നീ ഒറ്റയ്ക്കാകും. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ഒറ്റയ്ക്കാകുമെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ നടത്തും എന്ന് പറഞ്ഞൊരു തീരുമാനം എൻ്റെ ഉള്ളിലെടുക്കുവാനായിട്ടിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു. മൂത്ത കുഞ്ഞിൻ്റെ വിവാഹം പ്രിയപ്പെട്ടവൻ കാണത്തക്കവണ്ണം തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു വിവാഹം നടത്തുവാൻ ദൈവം സഹായിച്ചു. അവളുടെ വിവാഹം വരെ ഞാൻ ചേട്ടൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ജീവന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. പല ദേവദാസന്മാരും എന്നോട് വിളിച്ചിങ്ങനെ ചോദിക്കാറുണ്ട്, ഹസ്ബൻഡിൻ്റെ ജീവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഇന്ന ഘട്ടം വരെ ഞാൻ പ്രാർത്ഥിച്ചു, പിന്നെ ഞാൻ ജീവന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. കർത്താവേ, നിൻ്റെ ഹിതം എന്താണോ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അതുപോലെ സംഭവിച്ചാൽ മതി കർത്താവേ എന്ന് ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അത് അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകളുടെ വിവാഹവും കഴിഞ്ഞു. ഈ വിവാഹ സമയത്തൊന്നും 1 രൂപ പോലും കയ്യിലില്ലായിരുന്ന സമയത്ത് ദൈവം വിവാഹങ്ങൾ അത്ഭുതകരമായി ദൈവം നടത്തി തന്നു. ഈ പ്രിയപ്പെട്ടവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹം കുടുംബത്തിലെ അദ്ദേഹം ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചു. അത് ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യണം. വസ്തുപരമായ കാര്യമായാലും എന്ത് കാര്യമായാലും ദൈവം എന്നെ കൊണ്ട് അതാത് സമയങ്ങളിൽ ദൈവം ചെയ്യിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അവരുടെ മരണത്തിന് മുമ്പേ തന്നെ ദൈവം ഓരോ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു. രണ്ടാമത്തെ മകളുടെ വിവാഹത്തിൻ്റെ തലേ ദിവസം തന്നെ പ്രിയപ്പെട്ടവന് അസുഖം വീണ്ടും മൂർച്ഛിക്കുവാനായിട്ടിടയായി. പനി, ഛർദിൽ, വയറ്റിലൊക്കെ ഇങ്ങനെ ഭയങ്കര രോഗം അതികഠിനമായി. തലേ ദിവസം രാത്രിയിൽ തന്നെ 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം കൂടുതലായിട്ട് ആകുവാനിടയായി. കല്യാണത്തിൻ്റെ അന്ന് തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കടന്നു വരുന്നവരെല്ലാം വളരെ
കല്യാണം മുടങ്ങിപ്പോകുമെന്നുള്ള ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ അവിടെ എല്ലാം ദൈവം അത്ഭുതകരമായി ഞങ്ങളെ രക്ഷിച്ചു. അവളുടെ വിവാഹം ചന്തുചിതമായി നടത്തുവാൻ ദൈവം അത്ഭുതകരമായി സഹായിച്ചു. ആ രണ്ടാമത്തെ മോളുടെ വിവാഹം കഴിഞ്ഞ് 7ൻ്റെ അന്ന് പ്രിയപ്പെട്ടവൻ്റെ ഒരു വശം സ്തംഭിക്കുവാനായിട്ടിടയായി. ഒരു കൈ ചലിക്കുവാൻ പറ്റാതെ, ശരീരം മൊത്തം ചലിക്കുവാൻ പറ്റാത്തുള്ള അവസ്ഥയായിരുന്നു. ആദ്യം കൈ രണ്ടും ചലിപ്പിക്കാമായിരുന്നു, അരതൊട്ട് താഴോട്ടാണ്, കാല് മാത്രമേ ചലിപ്പിക്കുവാൻ പറ്റാതെ ആയിരുന്നുള്ളൂ. പക്ഷേ ആ അവസ്ഥയിൽ ഒരു വലത് സൈഡ് മൊത്തം സ്തംഭിച്ച അവസ്ഥയിലായിപ്പോയി. പിന്നെ അതിൻ്റെ പിറ്റേന്ന് അന്ന് തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിറ്റേന്ന് 8ൻ്റെ അന്ന് അസുഖം തുടങ്ങി. ഈ കല്യാണം കഴിഞ്ഞ് 8ൻ്റെ അന്ന് പ്രിയപ്പെട്ടവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതിനുശേഷം ഞാൻ വളരെ ഭാരപ്പെട്ടു. കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? ഒരു കുഞ്ഞിൻ്റെ വിവാഹം കൂടെ ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ നടത്തും? ഒരു വഴിയും ഞാൻ കാണുന്നില്ല. 1 രൂപ പോലും ഞങ്ങൾക്കില്ല. ഈ പ്രിയപ്പെട്ടവൻ കിടപ്പിലാകുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു, ഞങ്ങൾ ഒത്തിരി വേദനകൾ അനുഭവിച്ചു. നാളത്തേക്ക് ഒരു സാധനവും വീട്ടിൽ കാണത്തില്ല, ഒരു അരി കാണത്തില്ല, പലവ്യഞ്ജന സാധനങ്ങൾ കാണത്തില്ല, 1-2 സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ നാളത്തേക്ക്. പക്ഷേ ഞാൻ ആരോടും ഒന്നും പറയത്തില്ല. നാളത്തേക്ക് ഇന്നതില്ലെന്നോ അതില്ലെന്നോ ഇതില്ലെന്നോ ഒന്നും ഞാൻ ആരോടും പറയത്തില്ല. പക്ഷേ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തി. നാളത്തേക്കുള്ളത് ഇന്ന് രാത്രി 9 മണിക്കകം ഞങ്ങളുടെ ഭവനത്തിൽ ആരിൽ കൂടെയെങ്കിലും ദൈവാത്മാവ് പ്രവർത്തിച്ച് ആരെങ്കിലും ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടെത്തിക്കുമായിരുന്നു. ഞങ്ങളെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പട്ടിണിക്കിടാതെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ കുടുംബമായി വഴി നടത്തി. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ടവൻ്റെ മരണശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയി. പിന്നെ ഞാൻ മാത്രമായി ശേഷിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3ാമത്തെ പൈതൽ അപ്പോൾ 3ാമത്തെ വർഷം ബൈബിൾ കോളേജിൽ ആലുവ ഡൂലോസ് തിയോളജിക്കൽ സെമിനാറിയിൽ പഠിക്കുന്ന സമയമാണ്. BTHന് 3ാം വർഷത്തെ പഠനം പൂർത്തിയാക്കാറായപ്പോഴാണ് പ്രിയപ്പെട്ടവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്നാൽ ആ പഠനം അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഞാൻ നേരത്തെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞ് നീ ഒറ്റയ്ക്കാകും ആ അവസ്ഥ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആ മോളുടെ കല്യാണം എനിക്ക് എത്രയും വേഗത്തിൽ നടത്തി തരണം. നടത്തിയിട്ട് ഏകദേശം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ പോലും എടുക്കാതെ കണ്ണൂർ, കാസർഗോഡ് ഈ ദേശങ്ങൾ വിട്ട് ദൂരെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി ആരോടും പറയാതെ എൻ്റെ മക്കളോടോ എൻ്റെ പ്രിയപ്പെട്ടവരോടോ ചർച്ചുകാരോടോ പാസ്റ്റർമാരോടോ അമ്മയോടോ പിതാവിനോടോ മാതാവിനോടോ ആരോടും പറയാതെ ഈ നാട് വിട്ട് പോകണം. ഏതെങ്കിലും ഒരു സ്ത്രീകൾ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയി ശിഷ്ടകാലം കഴിച്ചു കൂട്ടണം എന്നായിരുന്നു ഞാനെടുത്ത തീരുമാനം. ആരും അറിയാതെ ഇവിടെ നിന്ന് പോവുക എന്നതായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവളുടെ വിവാഹം എത്രയും വേഗത്തിൽ തന്നെ എനിക്ക് നടത്തി തരണം. എനിക്ക് ഇന്നതുപോലെ പോകാനാണ്. അവളുടെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകണം എന്നുള്ള തീരുമാനം ഞാൻ എൻ്റെ മനസ്സിലെടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ. അപ്പോഴെനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ ഈ വഴി അടയ്ക്കും എന്നുള്ളതും എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭവനത്തിൽ നിന്ന് ഈ കുടുംബത്തെ വിട്ട് പോകുവാൻ പറ്റാത്ത സ്ഥിതിയിൽ 1-2 വിഷയത്തിൽ ദൈവം ആ വാതിലങ്ങ് അടയ്ക്കുവാനായിട്ടിടയായി. പക്ഷേ ആ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോകണം. കാരണം കണ്ണൂർ എവിടെ, കാസർഗോഡ് എവിടെ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കടുത്ത തീരുമാനത്തിൽ ആയിരുന്നു ആ തീരുമാനം. പക്ഷേ ആ തീരുമാനത്തിൽ എത്തുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അതിനു മുമ്പേ ആ വാതിൽ ദൈവം പൂട്ടുവാനായിട്ടിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ മൂന്നാമത്തവളുടെ കല്യാണം ദൈവം അത്ഭുതകരമായി നടത്തി തന്നു. 3 കുഞ്ഞുങ്ങളുടെയും വിവാഹം 1 രൂപ പോലും കയ്യിലില്ലാതിരുന്ന സമയത്ത് ദൈവം അത്ഭുതകരമായി 1 രൂപ പോലും കടമില്ലാതെ 3 പേരുടെയും വിവാഹം ദൈവം അത്ഭുതകരമായി നടത്തുവാനായിട്ടിടയായി. അതിനുശേഷം വർഷങ്ങൾ കൊണ്ട് എൻ്റെ ശാരീരികമായി ഞാൻ രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നുപോയി. നട്ടലിൻ്റെ വേദനയാൽ ഞാൻ വളരെ ഇപ്പോഴും ഭാരപ്പെടുകയാണ്. നേരത്തെ ഇങ്ങനെയല്ല, ഒത്തിരി ഭാരങ്ങൾ ഞാൻ അനുഭവപ്പെട്ടു. കിടക്കുവാൻ പോലും കഴിയാതെ, നേരെ ശ്വാസം പോലും വിടാൻ കഴിയാതെ വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ
ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നു. ആയുർവേദ ഡോക്ടർ പറഞ്ഞു നട്ടലിൻ്റെ MRI സ്കാനിങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സ്കാനിങ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഡോക്ടർ പറയുവാനായിട്ടിടയായി, ഇത്തിരി സീരിയസ് ആയ വിഷയമാണ്, 4-5 കണ്ണികൾ ദ്രവിച്ചു പോയി, അതിൻ്റെ ഇടയിലുള്ള മജ്ജകളെല്ലാം ഉണങ്ങി ദ്രവിച്ചു പോയി, അതുകൊണ്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയ വിഷയമാണ്, എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുക്കുന്നത്, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൂടെ വേണമെന്ന് ആ ഡോക്ടർ ഇങ്ങനെ പറയുവാനായിട്ടിടയായി. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആയുർവേദ ഡോക്ടറിനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുത്തു. പക്ഷേ രണ്ടും കൽപ്പിച്ചെടുത്ത് 2 മാസം അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി വന്നു. പുറത്ത് ഡിസ്ചാർജായി വന്നതിൻ്റെ അന്ന് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് 2ാം ജന്മമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമായിരുന്നു എൻ്റേത്. കാരണം ആ ദ്രവിച്ച ഭാഗം മൊത്തം ഇൻഫെക്ഷനായി. ആ ഇൻഫെക്ഷൻ ഹാർട്ടിനെ ബാധിക്കാൻ ഒരു നെല്ലട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ. അങ്ങനെ അത്രയ്ക്ക് സീരിയസ് ആയ വിഷയമായിരുന്നു. എങ്കിലും ദൈവം അത്ഭുതകരമായി ദൈവം എന്നെ വഴിനടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ രോഗത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിലും ദൈവം അത്ഭുതകരമായി എന്നെ താങ്ങുന്നുണ്ട്. ആ ഡോക്ടർ ഇങ്ങനെയാണ് ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് എഴുന്നേറ്റ് നടക്കുന്നതെന്നാണ് ആ ഡോക്ടറിനോട് ചോദിക്കുവാനായിട്ടിടയാതെ. പക്ഷേ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല, ഒന്നും വരികയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടമോ നഷ്ടമോ വരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല, അന്ത്യം വരെയും നമ്മെ വഴി നടത്തുന്ന കർത്താവാണ്. ഈ ചാനലിലൂടെ അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഒത്തിരി ദൈവമക്കൾ, ഒത്തിരി പാസ്റ്റേഴ്സ്, ദൈവമക്കൾ, വിശ്വാസികൾ, ചാരിറ്റികൾ, ഒത്തിരി പേര് ഞങ്ങളെ ഒത്തിരി കൈ തുറന്ന് സഹായിച്ചിട്ടുണ്ട്. മറ്റ് ചർച്ചിലെ അംഗങ്ങൾ ഒത്തിരി പേര് ഞങ്ങളെ കൈ തുറന്നൊക്കെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും വേണ്ടി എൻ്റെ മരണം വരെ അവർക്കുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കും. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. 3 മക്കളുടെയും വിവാഹം ചന്തുവിജിതവുമായി ദൈവം നടത്തുവാൻ കഴിഞ്ഞു എങ്കിലും അവരുടെ വിദ്യാഭ്യാസം ഈ ലോകപരമായിട്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ യേശുവിനെ അവരുടെ ജീവിതത്തിൽ കൊടുക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ ഏത് വിദ്യാഭ്യാസം കൊടുക്കണം, എന്ത് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല. ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു. കർത്താവേ, നിൻ്റെ ഹിതം, നിനക്കെന്ത് വിദ്യാഭ്യാസം കൊടുക്കുവാനാണ് നിൻ്റെ ആഗ്രഹമാണ്, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുവാൻ അങ്ങയ്ക്ക് താല്പര്യം, അത് തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്രകാരം തന്നെ ഈ ലോകപരമായ ഒരു വിദ്യാഭ്യാസവും കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസം ഞങ്ങൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ യേശുവിനെ നല്ലതുപോലെ അവർക്ക് കൊടുക്കുവാനായിട്ടിടയായി. കുഞ്ഞുനാൾ മുതൽ തന്നെ അവർ ഉപവസിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 3 പേരും 10ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു, സ്നാനപ്പെട്ടു. 14ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. 3ാമത്തെ വയസ്സിൽ തന്നെ എല്ലാ ഞായറാഴ്ചയും അവർ ഫാസ്റ്റിങ്ങോടെയാണ് ചർച്ചിൽ കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുവാൻ ചെന്നിരിക്കുമ്പോൾ കൈ കോർത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചർച്ചിലിരുന്ന് ദൈവത്തെ ആരാധിക്കും പോലെ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും പോലെ ഞങ്ങൾ ഭവനത്തിലിരുന്ന് ഞങ്ങൾ കുടുംബമായി ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഒരു പ്രത്യേക രീതിയിലുള്ള കുടുംബ പ്രാർത്ഥനയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ 5 പേരും വട്ടത്തിലിരുന്ന് കരങ്ങൾ കോർത്ത് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ വിഷയങ്ങളും. ആ പ്രാർത്ഥന മുഖാന്തരവും മറ്റുള്ളവരുടെ പ്രാർത്ഥന മുഖാന്തരവുമാണ് ഞങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ഇത്രത്തോളം ദൈവം കൊണ്ടെത്തിക്കുവാനായിട്ടിടയായത്. ഞങ്ങൾ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവർ 3 കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. എല്ലാ ദിവസവും ബൈബിൾ വായിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിലെ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കത്തില്ല, പക്ഷേ ബൈബിൾ വായിച്ചോ പ്രാർത്ഥിച്ചോ എന്നൊക്കെയാണ് ഞാൻ എല്ലാ ദിവസവും അവരോട് ചോദിക്കുന്നത്. പക്ഷേ സുവിശേഷ വേല, ഇന്ന് 3 പേരും സുവിശേഷ വേല ചെയ്യുന്നുണ്ടെങ്കിലും അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിട്ടില്ല. കാരണം ഇന്ന് ഒത്തിരി മാതാപിതാക്കളെ എടുത്തു നോക്കിയാൽ ചില കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേർന്നിട്ട് അവർ സുവിശേഷ വേല ചെയ്യാതെ ആത്മീയത്തിൽ നിന്ന് തന്നെ വീണു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണം, ഏത് രീതിയിൽ എത്തണമെന്ന് ദൈവകരങ്ങളിൽ
ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. 3 പേരെയും സുവിശേഷ വേലയ്ക്കാണെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ നടക്കട്ടെ എന്ന് ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ 3 പേരും ബൈബിൾ കോളേജിൽ പോവുകയും ഒരാൾ 1 വർഷം, ഒരാൾ 2 വർഷം, ഒരാൾ 3 വർഷം ഇങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ടിടയായി. അതിനുശേഷമാണ് അവരുടെ വിവാഹമായിരുന്നത്. എന്നാൽ ഇന്ന് 3 പേരും സുവിശേഷ വേലയിൽ, 2 പേര് ഫുൾ ടൈം സുവിശേഷ വേലയിൽ, രണ്ട് പാസ്റ്റർമാരാണ്. രണ്ടാമത്തെ മോളുടെ ഭർത്താവ് പണിക്ക് പോയിട്ട്, കൂലിപ്പണിക്ക് പോയിട്ട് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 പേരും സുവിശേഷ വേലയിൽ നിന്ന് വ്യാപൃതരായിരിക്കുകയാണ്. IPC, മൂത്ത മകളുടെ ഭർത്താവ് IPCയിലെ ഒരു ദേവദാസനാണ്, വിവാഹം കഴിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മകളുടെ കുടുംബവും സുവിശേഷ വേലയോടൊപ്പം, ചെറിയ ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്യുന്നു. മൂന്നാമത്തെ മകളുടെ ഭർത്താവ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ദൈവദാസനാണ്, വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ 3 പേരും സുവിശേഷ വേലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കൊച്ചുമക്കളുണ്ട്. 4 കൊച്ചുമക്കളെ ദൈവം അവർക്ക് കൊടുക്കുവാനായിട്ടിടയായി. അവർ കുടുംബമായി ദൈവവേലയിൽ വ്യാപൃതരായിരിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ അത്ഭുതകരമായി ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഇത്രയും ദിവസം, ഇത്രയും വർഷങ്ങൾ ദൈവം അത്ഭുതകരമായി ദൈവം ഞങ്ങളെ വഴി നടത്തി. ഞങ്ങൾക്ക് ഒരു കുടുംബത്തിലൊരു ആരുടെ കുടുംബത്തിലും ദൈവം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്താതെ കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നമ്മളെ വഴി നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സാക്ഷ്യം പറയുവാൻ ഈ ചാനലിൽ കൂടെ എൻ്റെ അനുഭവം ഇങ്ങനെ പങ്കുവയ്ക്കുവാൻ ഒരുക്കി തന്ന ഈ ചാനലിനോടുള്ള നന്ദിയെ, ദൈവദാസനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ സാക്ഷ്യം അറിയിക്കുവാൻ ദൈവം ഇത്രത്തോളം എന്നെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ആദ്യം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിലൂടെയും ദൈവദാസനുടെയും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.